ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും ആ പിള്ളേരും കൂടി മാത്രമേ ഇപ്പം മുറിയിലുള്ളൂ. പ്രത്യേകിച്ച് ബബിത എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ബബിത ഇങ്ങനെ റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുക, ഒരു സ്വപ്നജീവിയായിട്ട് സ്വപ്നലോകത്ത്. ഈ സമയത്ത് ആ പത്രത്തിൽ വാർത്ത വന്നത് അലീനയെ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. എല്ലാവരും ഇങ്ങനെ തകർന്ന തരിപ്പണമായിട്ട് ഇരിക്കുവാണ്. അപ്പം നമ്മളിനി എന്നാ ചെയ്യും ചേച്ചിയെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ അലീനയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിൽ. കാരണം എല്ലാവരുടെയും മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നതെന്ന് കൃഷ്ണയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. കൃഷ്ണയാണെങ്കിൽ ആകെ തകർന്നതായിട്ട് ഇരിക്കുക. അങ്ങനെ അലീനയാണെങ്കിൽ കൃഷ്ണയെ പറഞ്ഞ് ഒരു തരത്തിൽ സമാധാനിപ്പിച്ച് അതിനെ ഇങ്ങനെ ഒന്ന് സമാധാനപ്പെടുത്തിയ ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് അലീനയാണെങ്കിൽ വീട്ടിൽ ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നാട്ടുകാർ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. മക്കളെ വളർത്തി വിട്ടിരിക്കുന്നു, വലിയ വീട്ടിലെ മക്കളാണെന്ന് വലിയമ്മമാരാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ പിന്നെ കല്ലേറ്, ചൂലിനേറ്, വടിക്കേറ് ഒക്കെ കല്ലിനൊക്കെ എറിഞ്ഞ് ചില്ല്, അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന, വാതിൽ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഈ ബഹളം കേട്ടുകൊണ്ട് കൃഷ്ണയും അലീനയും പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുവാണ്, അനങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ. എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അതുങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഓരോ കല്ലൊക്കെ വന്ന് ജനൽ തുളച്ച് അകത്തേക്ക് ചാടുമ്പോൾ ചങ്ക് കിടന്ന് പിടപെടാന്നിടിക്കുമോ, പേടിച്ച് വിറച്ച് ഭയങ്കര ഇത്. അപ്പം നാട്ടുകാരാണെങ്കിൽ കലി തുള്ളി നിൽക്കുവാണ്. മുച്ചൂട് മുടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളൊരിതിലാണ് അവിടെ നാട്ടുകാർ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര പേടി, ഭയങ്കര ടെൻഷൻ. കാര്യം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതാണ് നമ്മുടെ അലീനയ്ക്ക്. ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ അലീനെ ചേർന്ന് വന്ന് ഇങ്ങനെ നിൽക്കുക. അലീനെ ഇങ്ങനെ കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുക കേട്ടോ. ആകെ കാര്യം ഭയങ്കര ഇതായി. ഇങ്ങനെ ഈ ഗേറ്റിൻ്റെ കാലയിലൊക്കെ കയറി നിന്നിട്ടാണ് ഓരോരുത്തർ വെല്ലുവിളിക്കുന്നത്. ഇറങ്ങി വാടാ, ഇങ്ങോട്ട് പരക്കകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാന്ന് പറഞ്ഞു. പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ബഹളവും കാര്യങ്ങളും. ആരെയൊന്ന് സഹായത്തിന് വിളിക്കും, ആരെങ്കിലും വരാതെ നാട്ടുകാരിത് നിർത്തില്ല. ഇത് തള്ളി തുറന്ന് നാട്ടുകാരകത്തേക്ക് വരുമെന്നുള്ള കാര്യം ആ പിള്ളേർക്ക് മനസ്സിലായി, അലീനയ്ക്ക് പ്രത്യേകിച്ച്. അപ്പോൾ തന്നെ അലീന ഫോൺ എടുത്തെന്നിട്ട് ഗോവർദ്ധനെ വിളിച്ചിട്ട് ഗോവർദ്ധനോട് വിവരങ്ങൾ പറയുവാണ്. അപ്പോൾ ഇങ്ങനെ ആകെ പ്രശ്നമാണെങ്കിലേ ഇവിടെ നാട്ടുകാരപ്പടി ഇടഞ്ഞിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണേ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ എല്ലാം തച്ചൊടച്ചെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അലീന. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധൻ, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുത്ത് വേഗം തന്നെ ഗോവർദ്ധൻ പോലീസിനെ വിളിച്ചു. പോലീസിനിപ്പോൾ ഇവരോട് ഭയങ്കര ചൊരുക്കാണല്ലോ, പ്രത്യേകിച്ച് അലീന അവിടെ ഉള്ളതുകൊണ്ട്. പോലീസിനെ വിളിച്ചിട്ട് ഇന്ന പോലെ ഇങ്ങനെ ആൾക്കാർ പ്രശ്നമാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസുകാർക്ക് അതൊന്നും വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ അവിടെ 2-3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവിടെയാണ് നാട്ടുകാർ ആക്രമണം നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ആ ഒരു ഭീകരതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഒരു അവജ്ഞയുടെ ഭാവത്തിൽ അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാർ ഇടപെട്ട് നാട്ടുകാരെയൊക്കെ ഓടിക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അപ്പോഴേക്കും അലീനയും കൃഷ്ണയും കൂടെ പേടിച്ചരണ്ട് ഇങ്ങനെ അതിനകത്തിരിക്കുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശബ്ദമൊക്കെ അങ്ങ് നിന്നു. നാട്ടുകാരുടെ ഒച്ചയും തെറിവിളിയും അതുപോലെ ഏറും കുത്തും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇട്ടിട്ട് പോയി എന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ ജനലിലൂടെ നോക്കുക, ചില്ലെല്ലാം എറിഞ്ഞോട്ടച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പത്രം അവിടെ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ എറണാകുളത്ത് അവർ കാണുന്നത്. അവർ കാണുമ്പോൾ ഈ പടം ഇവന്മാരുടെ 4 പേരുടെയും ഉണ്ട്. അതെടുത്ത് ഇവരിങ്ങനെ വായിച്ച് നോക്കുക. ആദ്യം തന്നെ നമ്മുടെ രേവതിക്കുട്ടി അത് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ വിഷമിച്ച് പോയി. എന്നിട്ട് ഈ പത്രമായിട്ട് ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു, മാമച്ചായൻ്റെയും അതുപോലെ ഗ്രേസമ്മയുടെ അടുത്ത്. അവിടെ ചെന്ന് ഇവരെ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടോ അങ്കിളെ, കണ്ടോ ആൻറ്റി എന്ന് പറഞ്ഞു. ഇവരിത് നോക്കുമ്പോൾ ഇത് ഫോട്ടോ, അമ്മമാരുടെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ അടിച്ചു വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതെ, പക്ഷേ അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ രേവതിക്കുട്ടി ഇത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ, എൻ്റെ ദൈവമേ എന്തു മഹാഭാവം ഇവർ ചെയ്തു വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുക. പോലീസുകാർ കലിപ്പ് തീർത്തതാണെന്നുള്ള കാര്യം ഇവിടെ ഇന്നിങ്ങനെ പറയുക ഈ രേവതിക്കുട്ടി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് തന്നെ ശരിക്കും ഉള്ളതാ, അവർ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാ. എന്നാലും ഇതുമാതിരിയൊക്കെ എഴുതി പിടിപ്പിക്കുമെന്ന് ആര് വിചാരിച്ചു ദൈവങ്ങളെ, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇവർ, മാമച്ചായനും ഗ്രേസമ്മയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. എന്നാ ചെയ്യാൻ, വരുന്നത് പോലെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിൽ ചെയ്യാനില്ല എന്ന് മാമച്ചായൻ പറയാം. ഞാൻ അലീന ചേച്ചി ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അങ്ങ് പോയപ്പോൾ, എന്നാലും എൻ്റെ ദൈവമേ ആ കൊച്ചു ചെന്ന് പെട്ടോ ഒരു സ്ഥലവേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഗ്രേസമ്മ മാമച്ചായനോട് പറയുക കേട്ടോ. അപ്പോഴേക്കും രേവതിക്കുട്ടി ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു. ഹലോ ചേച്ചി,
മോളെ നിനക്ക് എന്നാ ഉണ്ട് സുഖമല്ല എന്നൊക്കെ രേവതിയോട് അലീന ചോദിക്കുമ്പം ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ, പേടിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങളങ്ങോട്ട് വരുമോ മറ്റോ ചെയ്യണോ ചേച്ചി എന്നൊക്കെ രേവതിക്കുട്ടി ചോദിച്ചപ്പം നിങ്ങളിങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിങ്ങളിങ്ങോട്ട് വന്നാൽ അത് ശരിയാവത്തുമില്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. പേടിയില്ലെന്ന് പറഞ്ഞ് അത് നുണയാവില്ല മോളെ, എനിക്ക് പേടിയാവുന്നുണ്ട്, ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട്, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടുള്ളൊരു പേടിയും ടെൻഷനും ആണെന്ന് അലീന പറയുമ്പോൾ ചേച്ചി ശരിക്കും അവിടെ പെട്ടുപോയല്ലേ ചേച്ചി എന്ന് രേവതി ചോദിക്കുക. ചേച്ചി ഇന്ന് പെട്ടുപോയ സ്ഥലത്ത് നിന്ന് എങ്ങനെ ചേച്ചി ഒന്ന് ഊരിപ്പോരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഇത് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റുമോ മോളെ, എൻ്റെ കുടുംബമായി പോയില്ലേ എന്ന് അലീന ഇങ്ങനെ രേവതിയോട് ചോദിക്കാം. എന്തു വന്നാലും അത് തരണം ചെയ്തല്ലേ പറ്റുള്ളൂ, എന്തും നേരിട്ടല്ലേ പറ്റുള്ളൂ എന്നും അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് ചോദിക്കുക. അപ്പോൾ ചേച്ചി തന്നെ എന്നാ ചെയ്യാനാണെന്ന് രേവതി ചോദിക്കുമ്പം എന്നാ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പാതി വഴിയിൽ ഇവർ ഉപേക്ഷിച്ച് കളയില്ല മോളെ എന്നും രേവതിയോട് അലീന പറയുവാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുമെന്നും അലീന പറയണു. അപ്പോൾ ബാലേന്ദ്രൻ സാറൊക്കെ എല്ലാം അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അച്ഛൻ അറിഞ്ഞു എന്ന് അറിയില്ല, പിന്നെ അച്ഛൻ അറിയാനുള്ള വഴിയില്ല, കാരണം ICUവിലല്ലേ, അതുകൊണ്ട് വിവരങ്ങളൊന്നും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അലീന ഇങ്ങനെ പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാറ് ഇതൊക്കെ എങ്ങനെ സഹിക്കും ചേച്ചി എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. ആ പൂതന ഇതൊക്കെ എങ്ങനെ സഹിക്കും, അവൾക്ക് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയാം. എന്തായാലും നീ ഫോൺ വെച്ചോ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ചേച്ചി, ഞങ്ങൾ വരണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചേച്ചി ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി എത്തിക്കോളാം ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ശരി മോളെ, നീ വിഷമിക്കാതെ കട്ട് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു സങ്കടപ്പെട്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷ്ണ വന്നു. കൃഷ്ണ ഈ ഫോൺ വിളിയൊക്കെ കേട്ടായിരുന്നു. കൃഷ്ണ വന്ന് ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ച് അലീനയെ കെട്ടിപ്പിടിച്ച് കരയോ. അത് പേടിച്ചരണ്ട് ഇങ്ങനെ എന്താ പറയുന്ന ഒരു എന്ത് കണ്ടാലും പേടിക്കുന്ന ഒരു ഭാവത്തിലേക്കായി കൃഷ്ണ. കാരണം ഇതൊന്നും ആ പാവം ഇതിനു പിന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഉള്ള കാര്യമില്ല, ചെറിയ കൊച്ചല്ലേ, അങ്ങനെ ഭയങ്കര ഇതായിട്ട് പേടിച്ച് വരച്ചിങ്ങനെ അത് അവിടെ ഇരിക്കുക കേട്ടോ. അലീനയാണെങ്കിൽ ഇതിനെ സമാധാനിപ്പിച്ച് ഒരു വഴിയാവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോവർദ്ധൻ അലീനയെ വിളിച്ചു വിവരങ്ങളെല്ലാം ചോദിച്ചു. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോയില്ല, അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ ഗോവർദ്ധനങ്ങളെ, അച്ഛൻ ഇതൊന്നും അറിഞ്ഞ് സഹിക്കത്തില്ല, പ്രശ്നമാകുമെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ഞാനായിട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അങ്കിൾ എന്ന് അച്ഛൻ്റെ അടുത്ത് പോകണം, അച്ഛൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി ഞാൻ പൊക്കോളാവെന്നും പറഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇന്നിനിയിപ്പോൾ അവന്മാരെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്, കോടതിയിൽ ഹാജരാക്കിയാൽ അവരെ റിമാൻഡ് ചെയ്യത്തേ ഉള്ളൂ എന്ന് കാര്യവും പറഞ്ഞു. പിന്നെ വക്കീലിൻ്റെ കാര്യമൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ വക്കീലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ ഗോവർദ്ധൻ ഇങ്ങനെ പറഞ്ഞ് അലീനയെ താൽക്കാലികമായി സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഫോണും കട്ട് ചെയ്ത് ഗോവർദ്ധൻ നേരെ ബാലനെ കാണാനായിട്ട് പോകും. അപ്പോൾ ബാലൻ അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഗോവർദ്ധൻ വരുന്നതും പ്രതീക്ഷിച്ച് തന്നെ കിടക്കുക. അപ്പോൾ ഗോവർദ്ധൻ വന്നപ്പം ഗോവർദ്ധൻ എങ്ങനെയുണ്ട് വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. പിള്ളേർ എന്നെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പം എത്ര പ്രശ്നങ്ങളില്ലെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞാലും പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലേ ഗോവർദ്ധൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. പിന്നെ പത്രത്തിലും ന്യൂസിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്താ വന്നിരിക്കുന്നത് എന്ന് ഇന്ന് പത്രക്കാരെഴുതുന്നതിനെ മുന്നേ ഞാൻ ഇന്നലെ അത് മനസ്സിൽ എഴുതിയിട്ടതാണെന്ന് പറയണം ബാലനെ. കാരണം ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് മറ്റാരും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാമെന്ന്. പിന്നെ ഞാൻ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി എന്നോട് നീ ഒന്നും പറയാതിരിക്കണ്ട. എനിക്കറിയാം ഇതുപോലൊരു പ്രശ്നത്തിൻ്റെ പിറകിൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നും എന്തെല്ലാം നേരിടേണ്ടി വരുമെന്നും ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ് എനിക്കറിയില്ലാത്തതെന്നൊക്കെ ബാലൻ ഇങ്ങനെ ഒരു നെടുവേർപ്പെടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ ബാലേട്ടൻ ടെൻഷനാവാതെ നമുക്കതിനൊരു പോംവഴി കാണാം. വക്കീലിനെ കാണുന്ന കാര്യത്തെപ്പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് വക്കീലിനെ കാണണം എന്നുള്ളൊരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വക്കീലുമാരൊന്നും ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ല എന്ന കാര്യം ഗോവർദ്ധൻ ഇങ്ങനെ ബാലനോട് പറയും. അപ്പോൾ ബാലനോട് അത് പറഞ്ഞപ്പം അത് ബാലൻ അറിയാമെന്നും പറഞ്ഞു. പക്ഷേ നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും കൂടി അതിനൊരു ധ്വനിയിട്ടാണ് നമ്മുടെ ബാലൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഗോവർദ്ധനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് ബാലൻ ഗോവർദ്ധനെ പറഞ്ഞു വിട്ടു. പിന്നെ പിള്ളേരുടെ കാര്യം പ്രത്യേകിച്ച് അലീന ഉള്ളതാണ് ഒരു സമാധാനമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോൾ അത് ഗോവർദ്ധനും പറഞ്ഞു, അലീന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീടും അല്ലെങ്കിൽ ബാലേട്ടനാണെങ്കിൽ പോലും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം ഗോവർദ്ധൻ ബാലനോട് പറയുക കേട്ടോ. അങ്ങനെ അലീനയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നും ഇവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവർദ്ധനെ എല്ലാം ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ വൈജയെ കാണാനിപ്പോൾ ക്യൂ ആൾക്കാർ വൈജയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരിക. വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും നേഴ്സുമാർ കടത്തി വിട്ടില്ല, പക്ഷേ ഇങ്ങനെ
വൈജയുടെ അഹങ്കാരം കുറേയൊക്കെ കണ്ടതാണല്ലോ നേഴ്സുമാർ. അതുകൊണ്ട് ഒന്നങ്ങ് അനുഭവിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ അവരും കുറച്ചങ്ങ് കണ്ണടച്ചു. അപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ വന്ന് പോയി, അടുത്ത കൂട്ടം ആൾക്കാർ വന്നതിന് ശേഷം ഈ പത്രം അങ്ങ് വലിച്ചെറിഞ്ഞ് വൈജയുടെ മുഖത്തേക്ക് കൊടുത്തു. ആ ഫോട്ടോ ഇങ്ങനെ കണ്ടതും വൈജ ഇങ്ങനെ മടക്കി അങ്ങ് പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ കിടക്കുക. കണ്ടില്ലേ, മകൻ്റെ ഫോട്ടോയാ, ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടല്ലോ. വലിയ വീട്ടിലെ ആൾക്കാരല്ലേ, വലിയ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ പെണ്ണുപിടിയന്മാരായിട്ടാണോ മക്കളെ വളർത്തുന്നതെന്നൊക്കെ ആ ചേച്ചിമാരിങ്ങനെ പച്ചയ്ക്ക് ചോദിക്കുക കേട്ടോ വൈജയോട്. ഇതൊക്കെ കേട്ടിട്ട് വൈജയുടെ തൊലി ഉരിഞ്ഞ് വൈജ ഇങ്ങനെ നാറി വെളുത്ത് നാണം കെട്ടിങ്ങനെ അവിടെ കിടക്കുക. ഇവരുടെ എല്ലാം മുന്നിൽ ഒരു വാക്കുപോലും പറയാതെ ഇത്രയും കാലം അഹങ്കരിച്ചും മറ്റുള്ളവരെ പുച്ഛിച്ചും മറ്റുള്ളവരോട് ധാർഷ്ട്യം കാണിച്ചും ധിക്കാരം കാണിച്ചും അഹങ്കാരം കാണിച്ചും മാത്രം പരിചയമുള്ള വൈജയുടെ ആ മുഖം ഇന്ന് കണ്ണീരണിയുന്ന ഒരു കാഴ്ച. അങ്ങനെ വൈജ കരയുക ഈ ഒരു ഇത് കണ്ടിട്ട്. അങ്ങനെ ഇവരുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തല തിരിച്ചു പിടിച്ച് വിങ്ങി പൊട്ടി ചങ്കു പൊട്ടി കരയാണ് മകനെ പറ്റി ആലോചിച്ചിട്ട്. അന്ന് അലീന പറഞ്ഞപ്പോൾ ഇതൊക്കെ പുച്ഛമായിരുന്നു, പരിഹാസമായിരുന്നു, അലീന പിഴച്ചവളായിരുന്നു വൈജയ്ക്ക്. പക്ഷെ മകനിപ്പം മറ്റൊരു പെങ്കൊച്ചിൻ്റെ ജീവിതം പിച്ചി ചീന്തിയ കഥ നാട്ടുകാർ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ അതിനു മുന്നിൽ തൊലി ഉരിഞ്ഞ് നാറി നാണം കെട്ടിങ്ങനെ നിൽക്കാനാണ് വൈജയെ കൊണ്ട് പറ്റുന്നത്. അങ്ങനെ ലോകം മുഴുവനും വൈജയുടെ കുടുംബത്തിനെതിരായി എന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലായി. കുറേ നേരം വൈജ അവരിട്ട് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആട്ടി തുപ്പുകയും ഒക്കെ ചെയ്തു. അപ്പോഴേക്കും നേഴ്സുമാർ പറഞ്ഞു, മതി മതി, ഇനി ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല, ഇത് ഇപ്പം തൊട്ട് തുടങ്ങിയ പരിപാടി ചെയ്ത് ഇത് രോഗിയാണെന്നുള്ളൊരിതെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേഴ്സുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം നാട്ടുകാരെ അവിടെ നിന്നൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഈ വൈജയും ബാലനും തന്നെ ഈ ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് നാട്ടുകാരെ അരച്ചു കുത്തി ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ മിക്കവാറും അവിടുന്ന് ഡിസ്ചാർജ് ആക്കി പറഞ്ഞു വിടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആൾക്കാരുടെ ആ ഒരു ബഹളവും വഴക്കും കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റാലിറ്റിയെ ബാധിക്കുക എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പോലീസുകാരെ വിളിച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥയിലുള്ളത്. ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. ഇതിൽ കൂടുതൽ വിശേഷങ്ങളും പറയാനുണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.